അപ്പോ ഇന്നത്തെ വീഡിയോ ഇസ് എ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ. ഞങ്ങൾ പെട്ടെന്ന് ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു തീരുമാനമാണ് ഈ വീഡിയോ. അപ്പോ സംഭവം എന്താ വെച്ചാൽ ഐ ബി ആസ്കിംഗ് ദീസ് ഗൈസ് 20 ക്വസ്റ്റ്യൻസ് അബൌട്ട് ക്രിസ്മസ്. അപ്പോ ക്രിസ്മസ് 20 ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഒരെണ്ണം പോലെ നമുക്കൊന്നും അറിഞ്ഞു. നമ്മൾ കുറെ നേരം ട്രൈ ചെയ്യുവാടി ഒരു ക്വസ്റ്റ്യൻ എങ്കിലും 2 ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അതെ, അതൊന്നും പറഞ്ഞു കൊടുക്കില്ല. വ്യൂവേഴ്സിന്റെ അടുത്ത് 100% ആൻസേഴ്സ് വേണമെങ്കിലും നമുക്ക് തരാം. യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ChatGPT യൂസ് ചെയ്താ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തന്നെ കണ്ടുപിടിച്ചത്. അപ്പൊ അവൻ ഓക്കെ, ഓപ്പൺ ബുക്ക് അല്ല. ഓപ്പൺ ബുക്ക് അല്ല. അപ്പോ എബി ആൻഡ് അമീൻ മോന്റെ പോയിന്റ്സ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നതാണ്. വിജയ്ക്ക് എന്താണെന്ന് പറഞ്ഞില്ല ഇതുവരെ. വിജയ്ക്ക് ഒരു $10. which is fine. 10 എങ്കിലും എന്റെ കൊച്ചു തരാൻ. യെസ്, അമീൻ മോനെ 10. ഓക്കെ, യെസ്. സോ നമുക്ക് അധികം താമസിപ്പിക്കാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which country started the Christmas tree tradition? ഞാൻ അവൻ കണ്ടു തോന്നുന്നു ഇതിന്റെ ആൻസർ. ഇത് ഇംഗ്ലണ്ട് ആയിരിക്കും. ഇംഗ്ലണ്ട്. അമീൻ മോൻ കാനഡ. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് എന്ന് പറയാൻ കാരണം? ഇംഗ്ലണ്ട് ആണല്ലോ മൊത്തത്തിൽ ഒരു സെറ്റപ്പ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ലോകത്ത്. അമീൻ മോൻ എന്തുകൊണ്ട് കാനഡ ചൂസ് ചെയ്തു? ബേസിക്കലി കൊച്ചിലോട്ട് നമ്മൾ സാന്റാക്ലോസ് വരുന്ന മഞ്ഞ് കൂടാണല്ലോ, അതുകൊണ്ട് അവൻ കാനഡയിലെ മഞ്ഞ് കണ്ട് അത് പറയുന്നു. പക്ഷെ രണ്ടുപേരുടെ ആൻസർ തെറ്റാണ്. ശരിക്കും കറക്റ്റ് ആൻസർ അമേരിക്കയാണ്, അല്ല ജർമ്മനിയാണ്. എടാ നീ കണ്ട് ജർമ്മനിയാണ്. ആക്ച്വലി എന്നെ ഇപ്പൊ സാൻഡ്ര വിളിക്കുന്നുണ്ട്. സാൻഡ്രനെ ഞാൻ വിളിച്ചു നോക്കിയതായിരുന്നു. സാൻഡ്ര ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചത് ഈ വീഡിയോ ചെയ്യാൻ വരുന്നു എന്ന് ചോദിക്കാൻ. നോക്കട്ടെ, ഞാൻ അവള് വരുന്നുണ്ടെങ്കിൽ വീൽ പങ്കെടുപ്പിക്കൽ. സാൻഡ്ര, ഹലോ. നീ ടയേർഡ് ആണോ? ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു, 20 ക്വസ്റ്റ്യൻസ് ക്രിസ്മസിനെ പറ്റി ഇവരോട് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ നിന്നെ അപ്പൊ തിരിച്ചു വിളിക്കാം. ഓക്കെ, ബൈ പറഞ്ഞോളൂ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും. ബൈ സാൻഡ്ര. ഓക്കെ, അപ്പം 0-0 എനിക്ക് അമീൻ മോനും. പക്ഷെ ഞാൻ ആൻസർ ഇസ് ജർമ്മനി. എന്തുകൊണ്ടെന്നാൽ ജർമൻസ് യൂസ് ഡെക്കറേറ്റഡ് ട്രീസ് ഡ്യൂറിംഗ് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആസ് ഏർലി ആസ് 16th century. 16ാമത്തെ നൂറ്റാണ്ട് തൊട്ട് ജർമ്മനിക്കാരാണ് ക്രിസ്മസ് ട്രീ ഒക്കെ അവരുടെ വെളിയിലുള്ളത് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് ആ ഒരു ട്രഡീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ജർമ്മനിയാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഡസ് എ വേർഡ് നോയൽ മീൻ? നോയൽ മീൻസ് എന്തുവാ? നോയൽ റോസിന് നോയൽ അതിലില്ല, പേരിലില്ല, അവളുടെ പേരിലുണ്ടല്ലോ. എന്താണ് നോയൽ എന്ന വാക്കിന് അർത്ഥം? നോയൽ നിന്റെ വാക്കിന് അർത്ഥം എന്താ? ബി കൈൻഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിയത്? നോയലിന്റെ അർത്ഥം ബി കൈൻഡ് ആയതുകൊണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു നോയൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അർത്ഥം? anyway the good things come into the life at that time. ഞാൻ അർത്ഥം മാത്രമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ അതിനെ കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ഒരു കുഞ്ഞു വാക്ക്. ഓക്കെ, നോയൽ മീൻസ് ഇക്വാലിറ്റി, റൈറ്റ്? ഇക്വാലിറ്റി, ബി ഈക്വൽ. ഇവരുടെ രണ്ടുപേരുടെ ആൻസറും തെറ്റാണ്. നോയലിന്റെ അർത്ഥം ബർത്ത് എന്നാണ്. അതെ, അതൊരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ് നോയൽ എന്നുള്ള. യെസ്, അങ്ങനെ നോയൽ നിന്റെ ബൈബിളിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചേടി. ഇറ്റ്സ് റെഫറിംഗ് ടു ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പോൾ നോയലിനെ റെഫർ ചെയ്യുന്ന ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അങ്ങനെയാണ്. നോയൽ എന്ന വാക്കിന്റെ അർത്ഥം ബർത്ത് എന്നാണ്, ജന്മം. അങ്ങനെ. Okay, so the next question is how many reindeer does Santa traditionally have? 2. 6. എന്തുകൊണ്ട് 6 എന്ന നമ്പർ പറഞ്ഞു? 6 അല്ലേ നമ്മുടെ വണ്ടിക്കൊക്കെ ഒരു 2 + 4. എത്രയാണ് നിന്റെ ആൻസർ? 4. 2 + 4 6. എന്റെ അവന്റെ ആൻസർ 6. ഞാനാണ് 6 ആദ്യം പറഞ്ഞത്. കറക്റ്റ് 6 ആണെങ്കിൽ എനിക്ക് 1 പോയിന്റ് തരണം. എന്തുകൊണ്ടാ നീ 6 പറഞ്ഞേ? നമ്മൾ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ 6 ഡിയേഴ്സിന്റെ. ശരിക്കുള്ള ആൻസർ 8 ആണ്. 2 + 6 + 2 എന്നാ പറഞ്ഞേ. 2 കേൾക്കാൻ ഞാൻ ചേച്ചി. കുറച്ചും കൂടെ ഈസി ക്വസ്റ്റ്യൻസ് തരണം, ഇത് ഭയങ്കര ഹാർഡാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര. ഓക്കെ, അടുത്തത് എന്ത്? Which colors are most associated with Christmas? Red. Which colors? 3 colors. Okay, red, green. One at a time. Red, green and yellow. എബി ക്രിസ്മസ് ട്രീ റെഡ് ആൻഡ് ഗോൾഡൻ തീം ചൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു യെല്ലോ പറഞ്ഞത്. അമീൻ മോന്റെ ആൻസർ എന്താണ്? റെഡ്, വൈറ്റ് ആൻഡ് ഗോൾഡ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതിൽ ഓരോ ഇത് തെറ്റാണ്. ഓക്കെ, റെഡും വൈറ്റും. അപ്പൊ ഇനി വരുന്നതും ഗ്രീൻ. യു ആർ റൈറ്റ്. ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഓരോ പോയിന്റ് വീതം കൊടുക്കുവാണ് ഈ കാര്യത്തില്.
യെസ് ടൈ ആണ് Yes. അഞ്ച് ഡോളർ Okay. വരാം. വാട്ട് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ദ ക്രിസ്മസ് ട്രീ? സ്റ്റാർ. ഓക്കെ, നിന്റെ ആൻസർ എന്താ? ക്രിസ്മസ് ട്രീയുടെ മേലെ, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മേലെ ഉണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അടിച്ചു വെച്ചു തരും. നമ്മളാണ് ആ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്, എന്നിട്ട് നമുക്ക് അറിയത്തില്ല അതിന്റെ ടോപ്പിൽ എന്താ നമ്മൾ വെച്ചേക്കുന്നതെന്ന്. അതെ, അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. പെട്ടെന്ന് പറ, നിനക്ക് അത്ര സമയം അതിന് സെലവലുണ്ട്. നോക്കുന്നത് നമ്മുടെ തൊട്ടുണ്ടാക്കിലായിരിക്കും. എന്റെ മുഖത്ത് നോക്കണം, നീ ഞാൻ പറഞ്ഞുതരാം. ക്രിസ്മസ് ട്രീന്റെ മോളില് എന്തുണ്ട്, എന്താണ് വെക്കാറ്? എന്താണ് വെക്കാറ്? നമ്മുടെ ക്രിസ്മസ് ട്രീന്റെ മോളിലുള്ള സാധനത്തിന് സെലവലുണ്ട്. മല. ഓ മൈ ഗോഡ്, നിങ്ങളുടെ രണ്ടുപേരുടെ ആൻസറും ശരിയായിരുന്നു. സ്റ്റാറും വെക്കും, ഏഞ്ചലിനെയും വെക്കും. അപ്പൊ രണ്ടുപേർക്കും ഓരോ ആവശ്യം ഉണ്ടായിരുന്നു. എന്ത്? മോഡറേറ്റർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അല്ല, അവന്റെ ആൻസർ അറിയണ്ടേ, അവന്റെ ആൻസർ എന്തായിരുന്നു? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഭയങ്കര ഡം ക്വസ്റ്റ്യൻസ് ആയിട്ട്. ചോദിച്ചോ, നമ്മള് ബുദ്ധിയുള്ള ആൾക്കാർ. ഓക്കെ, വാട്ട് ഈസ് എ ട്രഡീഷണൽ ക്രിസ്മസ് കേക്ക്? പ്ലം കേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ആദ്യം എബി പറഞ്ഞതുകൊണ്ട് എബിക്കാണ് ആ പോയിന്റ് പോകുന്നത്. എനിക്ക് 0 കുഴപ്പമില്ലടാ, 5 ഇപ്പോഴും നമുക്ക് കയ്യിലാണ്. സേഫാ, കമ്പനി ഇപ്പോഴും സേഫാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What do people decorate their houses with during Christmas? എന്തൊക്കെ കൊണ്ടാണ് ക്രിസ്മസിന് ആൾക്കാർ വീട് അലങ്കരിക്കുന്നത്? നോർമലി ഓർണമെന്റ്സ്, ക്രിസ്മസ് ഓർണമെന്റ്സ് കൊണ്ട് 3 കാര്യങ്ങൾ പറയൂ. ചുവന്ന കളർ ക്രിസ്മസ് ഓർണമെന്റ്, പച്ച കളർ ക്രിസ്മസ് ഓർണമെന്റ്, ഗോൾഡൻ കളർ. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വച്ചേക്കുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കും. സ്റ്റാർ ഇടും നമ്മള്. ഓക്കെ, ക്രിസ്മസ് ട്രീ വെക്കും നമ്മള്. ലൈറ്റ്സ് ഇടും. കാര്യങ്ങൾ പറയാനേ പറഞ്ഞോളൂ. യെസ്, ഇതില് അമീൻ മോനാണ് പോയിന്റ് പോകുന്നത്. കാരണം ലൈറ്റ്, സ്റ്റാർ ആൻഡ് ക്രിസ്മസ് ട്രീ എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. എന്റെ ലോജിക്കൽ ആൻസേഴ്സിന് ഇവിടെ വിലയില്ല. അതെ. വാട്ട് ഡസ് ദ ക്രിസ്മസ് സ്റ്റാർ റെപ്രസെന്റ്? ക്രിസ്മസ് സ്റ്റാർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇബി ഒരു അൾത്താര ബാലകനായിരുന്നു. അതെ, ഇത്ര വർഷങ്ങളിൽ നീ അൾത്താര ബാലകനായി നിന്ന് അവിടെ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. ഓക്കെ, സോ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ജനന സ്ഥലം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് സ്റ്റാർ വന്നത്. എടാ, ഒന്നും അല്ലെങ്കിൽ ഞാൻ ചുമ്മാ അല്ലടാ, നീ പറയുന്നത് കൊയറിൽ വായി നോക്കി നിന്നല്ല. ഞാനല്ല, അത് നാട്ടുകാര് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എബിക്ക് ഒരു പോയിന്റ് കിട്ടി അതില്. അടുത്തത്, വാട്ട് ഇസ് ദ മെയിൻ മെസ്സേജ് ഓഫ് ക്രിസ്മസ്? വാട്ട് ഇസ് ദ മെയിൻ മെസ്സേജ്? എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ആഘോഷം കൊണ്ട് നമ്മൾ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം? 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഇക്വാലിറ്റിനെ പറ്റി കുറെ പറയുന്നുണ്ട് കേട്ടോ. ഇവനെന്തോ ഇക്വാലിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടാമത് പെട്ടെന്ന് പറയാങ്ങ്. സന്തോഷത്തിന്റെയും അന്തസ്സിന്റെയും ഇടയ്ക്ക് വെച്ച് നോക്കിയോന്ന് എനിക്കൊരു സംശയം. നിന്റെ ആൻസർ പറ കേൾക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ഡേ എന്തായിരുന്നു? ഒരു ഫാമിലി ടുഗദർനെസ്. എന്ത് മെസ്സേജ് ആണ് ക്രിസ്മസ് എന്നൊരു സെലിബ്രേഷൻ കൊണ്ട് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? സന്തോഷം, സമാധാനം, സാഹോദര്യം. സന്തോഷം is happiness. സമാധാനം is peace. Okay. Sahodariya, brotherhood. Like relationship. Relationship. You know how that relationship. How we met, how we talk, how we like. Maybe didn't answer that question. Yes. I'm the guy. Okay. Yes, he is the guy. അതുകൊണ്ട് നമുക്ക് അമീൻ മോന് ഒരു അരമാർക്ക് കൊടുക്കാം. ഓക്കെ, അതിന്റെ ശരിക്കുള്ള ആൻസർ ലവ്, പീസ് ആൻഡ് ഷെയറിംഗ്. Okay. ലവ്, ഹാപ്പിനെസ്, ഒന്നാണ് തരേണ്ടത്. ഞാൻ ടീമാണ്. What special meal is common during Christmas? അല്ല, ചിക്കൻ സ്റ്റൂ ആൻഡ് വെള്ളയപ്പം. അല്ല, അത് വേറെയാണ്. കട്ട്ലേറ്റ് നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എബിക്ക് ആ പോയിന്റ് തരാം. അല്ല, ഇത് വരത്തില്ല, കേക്ക് വരത്തില്ല. ക്രിസ്മസ് കേക്ക്, റൈറ്റ്? നീ എന്ത് കേക്കാണ്? ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഇത് ChatGPT പറഞ്ഞേക്കുന്ന ആൻസർ ഫാമിലി ക്രിസ്മസ് ഡിന്നർ എന്നാണ്. പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞ സാധനങ്ങള് നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് രണ്ടുപേർക്ക് ഞാൻ മാർക്ക് കൊടുക്കും. കണ്ടില്ല എത്ര ലിബറൽ ആണ് ഞാനെന്ന്. ഞാൻ ഡെമോക്രാറ്റിക്കാ. നീ വെറും ക്രാറ്റിക്കാണ്, എനിക്കറിയാം. വെറും. ഓക്കെ, വാട്ട് ഇസ് ദ ട്രഡീഷണൽ മീറ്റ് സെർവ്ഡ് അറ്റ് ക്രിസ്മസ് ഇൻ മെനി കൺട്രീസ്? ബീഫ്. ഒരു കേരളത്തിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. ബീഫ്. മെനി കൺട്രീസ്. ടർക്കി.
ആരാദ്യം പറഞ്ഞു? ഞാനിങ്ങനെ ഞാൻ എവിടെ ആര് പറയണ കേട്ട് കള്ളക്കളി. അതെ ഞാൻ പറഞ്ഞത് സത്യം ഗൈസ്, ടർക്കി. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല guys. ടർക്കി, ബോക്സിംഗ് ഡേക്ക് ടർക്കി, ക്രിസ്മസിന് ടർക്കി, ന്യൂ ഇയറിന് ടർക്കി. അയ്യോ What does X in Xmas stand for? എക്സോ X എന്താണ്? ക്രിസ്മസിന്റെ ട്രീ. ഓക്കെ ഗൈസ്, ഈ എക്സ്മസ് എന്ന് നമ്മൾ എഴുതില്ലേ, അതിൽ ഈ എക്സ് എന്താണ്? ഓക്കെ, അമീൻ. അവ അത് കറക്കി കുത്തിയതാണ്, അവനത് അറിഞ്ഞൂടാ, അവൻ അതെ. ഓക്കെ, അടുത്തത്. Which country celebrates Christmas in summer? സമ്മറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കൺട്രി ഉണ്ട്. ഏതാണ് ആ കൺട്രി? നെതർലാൻഡ് ആണോ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ is the right answer. ആ താങ്ക്സ് കൊടുക്കേണ്ട ആർക്കാന്നറിയാം, ചേച്ചിയുടെ ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ആച്ചി ഓസ്ട്രേലിയയിലാണ്. ഓ അങ്ങനെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും അടുത്താണ്. ഓസ്ട്രേലിയയുടെ കാര്യം ന്യൂസിലൻഡും ഓസ്ട്രേലിയ അടുത്തടുത്താണ്. അപ്പൊ എന്റെ ആൻസറും വേണമെങ്കിൽ വേണമായിരുന്നെങ്കിൽ ശരിയാക്കാമായിരുന്നു മോഡറേറ്ററിന്, പക്ഷെ അവൾ ആക്കിയില്ല. ഓക്കെ, on which date is Christmas Eve celebrated? Which date? ക്രിസ്മസ് ഈവ് ഏത് ഡേറ്റിലാണ്? 24th of December. ഫസ്റ്റ് അമീനാണ് പറഞ്ഞത്. 24th പറഞ്ഞോളൂ. 24th of December ഞാനാണ് പറഞ്ഞത്. അയ്യോ, അത് ആർക്കും അറിയാം, പൊട്ടനും അറിയാം. ഇന്നലെ ഇത് എന്റെ കയ്യിലാണ് ആൻസർ. ഗൈസ്, ഓഡിയൻസ് കാണുന്നുണ്ട്. നിങ്ങൾ പറയണം. 24 ഞാനല്ലേ പറഞ്ഞത്, 24 എനിക്കാണ് പോയിന്റ്. ഞാൻ അമീനാണ് പോയിന്റ് ഇട്ടത്. അടുത്തത് ഇതൊക്കെ പറഞ്ഞോണ്ടല്ലോ അല്ലേ? ഇതിപ്പോ 20 ക്വസ്റ്റ്യൻസ് കൂടുതലായോ? നമ്മളില്ലല്ലോ അല്ലേ? ഓക്കെ, ഞാനപ്പൊ ഇനി പഠിക്കാനൂടെ പള്ളിയിൽ പോയായിരുന്നെങ്കിൽ എന്തായാലും. അയ്യോ ഞാൻ പറയണില്ല, യൂട്യൂബായി പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Why do people decorate Christmas trees with lights? The happiness, showing happiness. രാത്രിയും ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി. അയ്യോ, അതായിരുന്നു. അതല്ല, ടെക്നിക്കലി അതല്ലെങ്കിലും, പക്ഷെ അവ പറഞ്ഞ ഒരു ആൻസർ ആണ് അതിനോട് യോജിച്ച് നിൽക്കുന്നത്. ടു റെപ്രസെന്റ് ലൈറ്റ് ഇൻ ഡാർക്ക്നെസ്, വെളിച്ചം കാണിക്കാൻ. ഞാൻ പറഞ്ഞത് തന്നെ അതിന്റെ ആൻസർ, രാത്രി ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ അതെ അതെ. ഓക്കെ, വൈ ആർ സ്റ്റോക്കിംഗ്സ് ഹങ് ഡ്യൂറിംഗ് ക്രിസ്മസ്? നമ്മളിപ്പോ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ട് സ്റ്റോക്കിങ്സ്, നമ്മള് ഇത് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡോളറാമേന്ന് 2 സോക്സ് നിനക്ക് സാൻഡ്രയ്ക്ക് വേണോന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതെന്തിനു വേണ്ടിയാ എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്, നമ്മൾ ഗിഫ്റ്റ് നമ്മളെ കീപ്പ് ചെയ്യണം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി, ഓർ ലൈക്ക് ലവബിൾ പീപ്പിൾസിന് വേണ്ടി. യെസ്, ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കറക്റ്റ് ആൻസർ. കാരണം എന്താന്ന് വെച്ചാല്, for Santa to fill them gifts. Yes. It started from a story where Saint Nicholas dropped gold into stockings left to dry. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടില്. പറഞ്ഞു ഗോൾഡോ എന്ത് വേണം, എന്ത് വേണം ചെയ്യാം, 100 നോട്ട് മാലകൾ. അപ്പൊ ആ പോയിന്റ് എബിക്കാണ് കിട്ടുന്നത്. Why is December 25 chosen as Christmas Day? എന്തുകൊണ്ട് ഡിസംബർ 25 തന്നെ ക്രിസ്മസ് ആയിട്ട് തെരഞ്ഞെടുത്തു? Christmas was born on, Christ was born on that day. ഈവ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ദിവസം 25th ആയതുകൊണ്ട് ക്രിസ്മസ് ആക്കി. That was the exact thing I said. Christ was born on that day. That's why it's called. Yes. അപ്പൊ നമ്മുടെ ChatGPT നമുക്ക് തന്നിരിക്കുന്ന ആൻസർ എന്താന്ന് വെച്ചാൽ, it matches the early Christian calendar. ക്രിസ്ത്യൻ കാലണ്ടർ അനുസരിച്ച് ഡിസംബർ 25 തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാനെന്നാണ് ChatGPT പറയുന്നത്. ഓസ്ട്രേലിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെറ്റ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് തല തിരിഞ്ഞു പോയില്ല, അവർക്ക് മാത്രം സമ്മർ ആയില്ല. അവരുടെ അടിച്ചത്തേക്ക് ഡിസംബർ മാസം കീറി കളഞ്ഞാണ്. അതായിരിക്കും അവർ അങ്ങോട്ട് ജനുവരി പോയി. അവരുടെ കലണ്ടർ ഡിസംബർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ Why do people sing Christmas carols? നീ പറയൂ, എന്തുകൊണ്ട് നാട്ടില് നീ ഇത് വല്ലാണ്ട് പാറ എന്നെ കുത്തുന്നുണ്ടോ? സംശയം ഇല്ലാണ്ടില്ല. നാട്ടിൽ എന്തിനു വേണ്ടി ക്രിസ്മസ് കരോള് പോകുന്നു? പെൺപിള്ളേരെ കാണാനായിട്ട് പോകും. ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്? ലവ്? ആരോടുള്ള ലവ്? നമ്മൾ ജീസസിനോടുള്ള പള്ളിയൊക്കെയല്ലേ ജീസസിനോടുള്ള ലവ് കാണിക്കാനാണ് നീ കരോള്? നോർമലി പറയുന്നത് തന്നെ നമ്മ ഒരു ആഘോഷമല്ലേ, ആ ആഘോഷത്തിനെ ബാക്കിയുള്ളവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പാടിക്കൊണ്ട് നാട്ടിലൂടെ ഞാൻ വിചാരിച്ചില്ല. വെറുതെ ജയിക്കാൻ വേണ്ടിയാ നമ്മൾ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. എന്താണ് എബിയുടെ ആൻസർ? എന്റെ ആൻസർ തന്നെ. നമ്മൾ ലൈക്ക്
ആ ഹാപ്പിനെസ് നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. Yes, that is the correct answer. To spread joy and Yes. good അപ്പൊ ഞാൻ wishes. പറഞ്ഞു. നീ പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരും. അതെ, ഞാൻ പിന്താങ്ങി. യെസ് പിന്താങ്ങൽ. Yes, അത് രണ്ടുപേർക്കും ഞാൻ പോയിന്റ് കൊടുക്കുന്നതാണ്. Why is snow linked with Christmas even in warm countries? നമ്മുടെ കൺട്രി ഒക്കെ വിന്ററിൽ വാം ആയിരിക്കും, ഇന്ത്യ ഫോർ എക്സാമ്പിൾ. നമ്മള് എന്നാലും ഈ ക്രിസ്മസ് ഒക്കെ നമ്മുടെ പള്ളിയിലൊക്കെ ഒരുക്കുമ്പോ മഞ്ഞ് ഇടാറുണ്ട്. എന്തുകൊണ്ട് ആ സ്നോയിനെ ക്രിസ്മസുമായി ലിങ്ക് ചെയ്യുന്നു? because Santa Claus came from that country that where is the സാന്റാ ക്ലോസ് ആണോ ക്രിസ്മസിന് മെയിൻ കാരണം? അല്ല, but still ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ, ഇവന്റെ ആൻസർ സാന്റാ ക്ലോസ് കാരണമാണെന്നാണ്. എബിച്ചേട്ടന്റെ ആൻസർ എന്താണ്? ഡിയറിന് നടക്കാൻ പാടായതുകൊണ്ട് അങ്ങനെയാണ്. ലൈക് മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൽ എൻഡ് ഓഫ് ദ ഇയർ ആയിരിക്കുമല്ലേ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സോ എൻഡ് ഓഫ് ദ സീസൺ ക്രിസ്മസ് ഏത് കൺട്രി ആണ്? ജർമ്മനി. എന്തുകൊണ്ടാണ് അപ്പൊ സ്നോയുമായിട്ട്? ജർമ്മനിയിലെ സ്നോ ആയതുകൊണ്ട്. ക്രിസ്മസ് ഒറിജിനലി കോൾഡ് റീജിയൻസിൽ നിന്നാണ് ആ ഒരു ഇത് തുടങ്ങിയത്, അതുകൊണ്ടാണ് എന്നാണ് ChatGPT പറയുന്നതാണ്. നിങ്ങൾ ആരും ഇതൊന്നും കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ എന്റെ തെറി പറയരുത് ദയവേത്. ChatGPT എന്ത് പറയുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ കോൺടെസ്റ്റിന്റെ ആൻസർ. അപ്പൊ നമുക്ക് അമീൻ മോന് ഒരു പോയിന്റ് കൊടുക്കാം. അത്രയും ക്ലൂ. ഇനി ഒരു 3 ചോദ്യം കൂടി, അത് നമ്മൾ റാപ്പ് ചെയ്യും. ഓക്കെ. Why do people give gifts on Christmas? Make them joy. സന്തോഷിപ്പിക്കാൻ. എന്താണ് എബിയുടെ ആൻസർ? Make them joy. ഇവ കള്ളനാണോ? എന്തെങ്കിലും ആലോചിച്ച് പറയേ. To show love and generosity. Generosity-യോ? അതെ. It represents the gifts given to baby Jesus by the wise man. നമ്മുടെ 3 രാജാക്കന്മാര് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഈശോയ്ക്ക്, അപ്പോ അതിനെ റെപ്രസെന്റ് ചെയ്താണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ ആൻസർ കൊടുക്കില്ല. Why is Santa shown with a sleigh? മറ്റേ ഇത് സ്ലേ എന്ന് പറയുന്നത് നമ്മള് മറ്റേ എടാ ഇവിടെ ഇതില്ലേ പുള്ളി വരുന്ന ഒരു വാഹനമില്ലേ, ആ സാധനം എന്തുകൊണ്ട്? ഇവ എല്ലാം ബർത്തിനെ വെൽക്കം ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ട് ആ വാഹനം ചൂസ് ചെയ്തു? എബി നമ്മൾ ഈ ഇവിടെയൊക്കെ പോയതാണ് എക്സിബിഷൻ ഒക്കെ കാണാനായിട്ട്. വീൽസ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. സോ ആൾക്കാർ സ്നോ ഉള്ള സ്ഥലത്ത് അങ്ങനത്തെ വണ്ടിയായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് കൈൻഡ് ഓഫ് കറക്റ്റ് ആൻസർ ആണ്. സ്നോയില് ഫാസ്റ്റ് ആയിട്ട് പോവാൻ ഞാൻ ആദ്യമേ പറഞ്ഞത് സ്നോയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അല്ല, മനസ്സിൽ വെക്കുന്നില്ല, പറയണം. സത്യം വീഡിയോയിൽ ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ഇത് കാണുന്നുണ്ട്. പാറുവിന് ഞാൻ പറഞ്ഞ പോലെ അല്ലേ? അതെങ്കിൽ അപ്പൊ എനിക്ക് ഒരു പോയിന്റ്. എനിക്ക് ഓർമ്മയില്ല. നമുക്ക് അവസാന വീഡിയോ കണ്ടിട്ട് ഓർമ്മിക്കാം. തൽക്കാലം ഞാൻ എബിക്ക് ആ പോയിന്റ് കൊടുക്കുന്നു. പക്ഷെ അത് കൺഫേം ചെയ്തിട്ട് അത് മൈനസ് ചെയ്ത് അമീന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. വൈ ആർ സ്റ്റാർസ് യൂസ്ഡ് ആസ് ക്രിസ്മസ് ഡെക്കറേഷൻ? സ്റ്റാർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു ക്രിസ്മസിന്? നീ ഒരു പിന്നെയും ഞാൻ പറയുന്നു, നീ ഒരു അൽത്താര ബാലകനായിരുന്നു. സൂചിപ്പിക്കാൻ ആണോ നമ്മൾ ആ സ്റ്റാർ ഇടുന്നത്? ജീസസിനെ കാണിക്കാൻ, ജീസസിനെ കാണിക്കാൻ. വരട്ടെ, ആരെ കാണിക്കാൻ? ആർക്ക് കാണിക്കാൻ? ആക്ച്വലി സ്റ്റാർസ് നോക്കിയാണ് ഈ രാജാക്കന്മാർ വന്നത്. സോ ക്ലൂ കിട്ടിയത് ആൻസർ പറഞ്ഞു. എന്താ പറ, ഒന്നുകൂടി പറ. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇവിടെ രാജാക്കന്മാര്. ഈ ഈശോ ജനിച്ചപ്പോ 3 രാജാക്കന്മാർക്ക് ഈ സ്റ്റാർ വഴിയാണ് ഡയറക്ഷൻസ് കൊടുത്തത്. എവിടെയാണ്? 3 അങ്ങനെയല്ല. ആക്ച്വലി ഈശോ ജനിച്ച സമയത്ത് ലോകത്ത് ഒരിക്കലും കാണാൻ വേണ്ടി പറ്റാത്ത അത്രയും ബ്രൈറ്റ് ആയിട്ട് യെല്ലോ സ്റ്റാർ ആകാശത്ത് വന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരിയായി. അപ്പം ഈ ആസ്ട്രോണറ്റ്സ് പറഞ്ഞു, ഈ കുറെ രാജാക്കന്മാർക്ക് ആസ്ട്രോണറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു മുമ്പ് ഈ ടെലസ്കോപ്പ് ഇല്ലാത്ത സമയത്ത്. അപ്പൊ അവര് പറഞ്ഞു ഇത് ഇങ്ങനെ സിമ്പിൾ ഓഫ് സംതിങ് ഈ എർത്തിൽ സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാർ നോക്കി ഇവർ നടന്നു. നോക്കിയപ്പോ അവിടെ ഇതേപോലെ ഒരു കൊച്ചു ജനിക്കുന്നു. അതാണ് അതിന്റെ ഒരു മിത്ത്. ആണോ? എനിക്ക് അത്ര ഡീപ്പായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാനും അഭിമാനം വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ദ ആൻസർ വാസ് ബിക്കോസ് എ സ്റ്റാർ ഗൈഡഡ് ദ വൈസ് മാൻ. ഞാൻ മലയാളത്തിൽ കുറച്ച് വാക്കുകൾ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ സ്റ്റാർ ഗൈഡഡ് ദ വൈസ് മാൻ. ഓക്കെ, നിനക്ക് തന്നെയാണ് കിട്ടിയത്. അത് മതി. ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ വീഡിയോ ഭയങ്കര വലുതായി എന്നുള്ളത്. നമ്മളത് മറ്റേ ഡിയറിന്റെ കാര്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. അതെ, ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ ഫൈനൽ മാർക്ക് കൗണ്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10. 2 പോയിന്റ് ഡിഫറൻസിനാണ്. എന്താണ്, അമീൻ മോന് 10ഉം എബിക്ക് 12ഉം. പക്ഷെ ഇതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. മറ്റേ ആ ക്വസ്റ്റ്യന്റെ ആൻസർ
അഥവാ അമീനാണ് ആദ്യം പറഞ്ഞെങ്കിൽ അമീനിന് 11-ഉം എബിക്കും 11-ആയി ഇവര് ഡ്രോയിൽ നിൽക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണണം ഗൈസ്, അതെനിക്ക് കാണണം. അതെ, അപ്പൊ ഇതിന്റെ ശരിക്കുള്ള വിന്നർ ആരാന്ന് നിങ്ങളാണ് കമന്റ് സെക്ഷനിൽ പറയേണ്ടത്. എബിയാണോ അമീനാണോ എന്നുള്ളത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദിസ് വാസ് ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോ ഫണ്ണായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.